കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഗതികേടിൻ്റെ നേർസാക്ഷ്യമാണ് അരവിന്ദ് കെജ്രിവാൾ വിഷയത്തിലുള്ള അവരുടെ ഈ മലക്കമറിച്ചിൽ. നിങ്ങൾ കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിലുള്ള മുൻ നിലപാടുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2021 നവംബർ മാസത്തിൽ ഇങ്ങനെ ഒരു പുതിയ മദ്യനയം ദില്ലിയിൽ പ്രഖ്യാപിക്കുമ്പോൾ അത് അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള മദ്യനയമാണെന്ന് പറഞ്ഞാൽ ആ മദ്യനയത്തെ ആദ്യം വിമർശിക്കുന്നത് കോൺഗ്രസ്സാണ്. 2022 ഈ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് അഴിമതി നടന്നിട്ടുണ്ട്, ഇതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ദില്ലി പോലീസ് കമ്മീഷണർക്ക് കത്ത് കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. 2023 കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അജയ് മാക്കൻ എങ്ങനെയാണ് ഈ പറയുന്ന ഡൽഹി ലിക്കർ സ്കാമിലൂടെ 100 കോടി രൂപ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും സമ്പാദിച്ചത് എന്ന് സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ വിശദീകരണം നടത്തിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ ലൈവായി സജീവമായിട്ട് ട്വിറ്ററിൽ മുഴുവൻ ട്രെൻഡായിട്ട് ഓടിയിരുന്നത് അജയ് മാക്കൻ്റെ എക്സ്പ്ലനേഷനാണ്. എങ്ങനെയാണ് 100 കോടി രൂപയുടെ അഴിമതി അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്. അപ്പോൾ ഡൽഹിയിലൊരു അഴിമതി നടന്നു, ആ അഴിമതിയിൽ 100 കോടി രൂപ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും സമ്പാദിച്ചു. അതുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായി. ഈ കാര്യങ്ങളിലൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് തർക്കമില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാടെന്താ? അഴിമതി നടന്നാലും 100 കോടി അരവിന്ദ് കെജ്രിവാൾ സമ്പാദിച്ചാലും അതുമായി കേസുണ്ടായാലും സമൻസ് കൊടുത്താലും സമൻസിന് അദ്ദേഹം ഹാജരായില്ലെങ്കിലും ശരി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്, ED ഇപ്പോൾ BJPയുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ എന്ത് അഴിമതി കാണിച്ചാലും അവർക്കെതിരെ നടപടിയെടുക്കാൻ പാടില്ല. അങ്ങനെ അവർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിൻ്റെ മുകളിലുള്ള കടന്നുകയറ്റാണ് അത്രേ. അപ്പോൾ ഈ അഴിമതിക്കെതിരെ എന്താണ് പിന്നെ വേണ്ടത്? നിങ്ങൾ തന്നെ ഉന്നയിച്ച, നിങ്ങൾ തന്നെ ആരോപിച്ച, നിങ്ങൾ തന്നെ വിശദീകരിച്ചിട്ടുള്ള ഈ അഴിമതിയെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണെന്നുള്ള സാഹചര്യം കൊണ്ട് BJPയും EDയും കേന്ദ്ര സർക്കാരും ഒക്കെ അവഗണിക്കുകയാണോ വേണ്ടത്? ആ കാര്യത്തിൽ ഒരു നടപടി എടുക്കാതിരിക്കുകയാണോ വേണ്ടത്? എന്താണ് ഈ ഡൽഹി ലിക്കർ സ്കാം എന്നുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിക്കണം. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പെട്ടിട്ടുള്ളൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ഇതൊരു പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായിട്ടുള്ള പ്രൊസീജിയറിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നതാണ്. അതായത് ലോകം മുഴുവൻ കൊറോണ എന്ന് പറയുന്നൊരു മഹാവ്യാധിക്ക് മുന്നിൽ വിറങ്ങലിച്ച് നിന്നിരുന്നൊരു സമയത്ത്, ആളുകൾ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിയിരുന്ന കാലത്ത്, പ്രത്യേകിച്ചും ഡൽഹിയിൽ ഓക്സിജൻ സപ്ലൈക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, ആളുകൾക്ക് പ്രാണവായു കിട്ടുന്നില്ല എന്ന് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാർ തന്നെ വിലപിച്ചിരുന്നൊരു കാലത്ത് ആളുകൾക്ക് വെള്ളം കിട്ടാനോ വായു കിട്ടാനോ ഭക്ഷണം കിട്ടാനോ അല്ല, അവർക്ക് സുലഭമായിട്ട് മദ്യം കിട്ടാനൊരു നയം രൂപീകരിക്കുകയാണ് ആം ആദ്മി സർക്കാർ. അതായത് അന്ന് വരെ പിന്തുടർന്ന് വന്നിരുന്ന സാമ്പ്രദായികമായിട്ടുള്ള മദ്യനയം എന്ന് പറയുന്നത് മദ്യത്തിൻ്റെ വിൽപ്പനയിൽ, പ്രത്യേകിച്ച് മൊത്തക്കച്ചവടത്തിൽ സർക്കാരിന് മാത്രം മൊണോപ്പൊളി എന്നുള്ളതാണ്. ഈ സമ്പ്രദായം എടുത്തു കളയുന്നു. ചില്ലറ വിൽപ്പന, എല്ലാത്തിൻ്റെയും മൊത്തക്കച്ചവടം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുകയാണ്. ചില്ലറ വിൽപ്പനയിൽ സ്വകാര്യ മേഖലയ്ക്ക് 185% ലാഭവും, മൊത്ത വിൽപ്പനയിൽ സ്വകാര്യ മേഖലയ്ക്ക് 12% ലാഭവും കിട്ടുന്ന തരത്തിൽ മദ്യനയത്തെ പുനർനിർമ്മിക്കുകയാണ്. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 5% ഉണ്ടായിരുന്ന ലാഭം 12% ആക്കി മാറ്റുമ്പോൾ ഇതിൽ 6% ആം ആദ്മി പാർട്ടിക്ക് തന്നെയുള്ള കിക്ക് ബാക്സ് ആയിരുന്നു എന്നുള്ളതാണ്. ഈ മദ്യനയം ഇത് രൂപീകരിച്ച സമയത്ത് തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. 2021 നവംബറിലാണ്. 2022 ജൂലൈ മാസത്തിൽ ഡൽഹി സർക്കാരിലെ ചീഫ് സെക്രട്ടറി തന്നെ, ആം ആദ്മി പാർട്ടി സർക്കാർ നയിക്കുന്ന ഡൽഹി സർക്കാരിലെ ചീഫ് സെക്രട്ടറി തന്നെ ഈ മദ്യനയം ഗുരുതരമായിട്ടുള്ള അഴിമതിക്ക് വഴിവെക്കുന്നുണ്ട്, ദിസ് ഇസ് എ സിവിയർ ബ്രീച്ച് ഓഫ് പോളിസി എന്ന് കാണിച്ചുകൊണ്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് കത്ത് കൊടുത്തു. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ആവശ്യപ്പെടുകയും CBI അന്വേഷണത്തിന് ശുപാർശ നടത്തുകയും ചെയ്തു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 2022 ഓഗസ്റ്റ് മാസത്തിൽ CBI കേസെടുക്കുകയും ഈ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഉൾപ്പെടെയുള്ള വീടുകളിൽ റെയ്ഡുകൾ നടക്കുകയും ചെയ്യുന്നു. മനീഷ് സിസോദിയ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്നു, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉൾപ്പെടെ റെയ്ഡ് നടന്നു. റെയ്ഡിൽ ഈ മദ്യനയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായിട്ടുള്ള രേഖകൾ, അതായത് സൗത്ത് കാർട്ടൽ എന്ന് പറയുന്ന ഒരു കാർട്ടൽ, 4-5 വ്യവസായികൾ ഉൾപ്പെടുന്ന, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വ്യവസായികൾ ഉൾപ്പെടുന്ന ഒരു കാർട്ടൽ തങ്ങൾക്ക് മാത്രം മദ്യത്തിൻ്റെ വിൽപ്പനയുടെ മൊത്താവകാശം കിട്ടാൻ വേണ്ടി എങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയെ സ്വാധീനിക്കുകയും അവർക്ക് പണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയ് നായർ, മലയാളിയായിട്ടുള്ള വിജയ് നായർ, ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം ഹെഡായിരുന്നു, മേധാവിയായിരുന്നു. വിജയ് നായർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഇവരുടെ സൂരജ് സിംഗ്, ഇവരുടെ രാജ്യസഭാ MP ആയിരുന്നു, അറസ്റ്റ് ചെയ്യപ്പെട്ടു. മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്യപ്പെട്ടു. മനീഷ് സിസോദിയ 2023 മാർച്ച് മാസത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. 1 വർഷമായിട്ട് അദ്ദേഹം ജയിലിലാണ്. ഡൽഹി ഹൈക്കോടതി ആവട്ടെ, സുപ്രീം കോടതി ആവട്ടെ ആവർത്തിച്ച് ജാമ്യ ഹർജികൾ കൊടുത്തിട്ടും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് തയ്യാറായിട്ടില്ല? കാരണം അദ്ദേഹത്തിനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിനെതിരെ തെളിവുകൾ നിൽക്കുന്നുണ്ട്. ഒരു തെളിവില്ലാണ്ട് ഒരാളെ പിടിച്ച് 1.5 കൊല്ലം ജയിലിടാൻ സുപ്രീം കോടതി സമ്മതിക്കില്ലല്ലോ.